മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദന്റെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. ഇന്നലെ വൈകിട്ടോടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതിയുണ്ടെന്ന് ഡോക്ടർമാർ അറിയിച്ചതായി മകൻ ബി.എസ്. അരുൺകുമാർ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു. തിങ്കളാഴ്ച ഉച്ചയോടെയാണ് ഹൃദയാഘാതത്തെ തുടർന്ന് വി എസ് അച്യുതാനന്ദനെ തിരുവനന്തപുരം പട്ടം SUT ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തിരുവനന്തപുരത്ത് നിന്ന് മനീഷ് മഹിവാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മനീഷ്, ഇന്ന് രാവിലെ ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ ആശുപത്രിയിൽ നിന്ന് പുറത്തിറങ്ങാനുള്ള സാധ്യതയുണ്ട്. ആരോഗ്യനില സംബന്ധിച്ച് എന്താണ് ഡോക്ടേഴ്സിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം? മനീഷ് മഹിവാൽ. വിജിത്ത്, നിലവിൽ ആരോഗ്യനില ഗുരുതരമായി തന്നെ തുടരുകയാണ് എന്നാണ് ആശുപത്രിയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ അറിയിക്കുന്നത്. നിലവിൽ ഡയാലിസിസ് തുടരുകയാണ്. അദ്ദേഹത്തിന് ക്രിയാറ്റിന്റെ ലെവൽ അധികമായി കൂടിയത് കൊണ്ട് ഡയാലിസിസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ക്രിയാറ്റിൻ ലെവൽ ക്രമാതീതമായി അത് നിയന്ത്രണ വിധേയമായിട്ടുണ്ടെങ്കിൽ കൂടി ഈ ഡയാലിസിസ് മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്നതാണ്. ഒപ്പം തന്നെ വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ശ്വസിക്കുന്നത്. മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട് എന്നതാണ് ഏറെ ആശ്വാസകരമായിട്ടുള്ള കാര്യം. പക്ഷേ ECGയിൽ ഇടവിട്ട് വ്യതിയാനം സംഭവിക്കുന്നു എന്നുള്ളത് മറ്റൊരു ആ രീതിയിലുള്ള ഒരു ആശങ്കാവഹമായിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ ECGയിൽ പലതവണയും വ്യതിയാനങ്ങൾ സംഭവിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് കഴിഞ്ഞ തിങ്കളാഴ്ച 5 ദിവസമായി നിലവിൽ അദ്ദേഹം ആശുപത്രിയിൽ തുടരുകയാണ്. ഈ 5ാം ദിവസവും നേരിയ പുരോഗതി ഇടയ്ക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ കൂടി ഈ രീതിയിൽ മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടെങ്കിൽ കൂടി ECGയിലെ പ്രശ്നവും ഒപ്പം തന്നെ വൃക്കകളുമായി ബന്ധപ്പെട്ട വൃക്കകൾ കൂടുതൽ അപകടാവസ്ഥയിലേക്കാകുന്നത് തടയാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങളാണ്. നിലവിൽ നെഫ്രോളജി, കാർഡിയോളജി, ന്യൂറോളജി തുടങ്ങിയിട്ടുള്ള ഡോക്ടർമാരുടെ വിദഗ്ധ സംഘം അദ്ദേഹത്തെ നോക്കുന്നുണ്ട്. ഇന്നലെ തന്നെ ഒരു മെഡിക്കൽ ബോർഡ് ചേർന്ന് അദ്ദേഹത്തിന്റെ ആരോഗ്യനില ഇന്നലെ വൈകിട്ടോടുകൂടി തന്നെ വിലയിരുത്തിയിരുന്നു. ഇന്നിപ്പോൾ ഉച്ചയോടുകൂടി തന്നെ ഡയാലിസിസ് പൂർണ്ണമായും കഴിയും. രാവിലെ കൂടി മെഡിക്കൽ ബുള്ളറ്റിൻ വരും. ഇന്നലെ മുൻ മന്ത്രി KK ശൈലജ, ഒപ്പം തന്നെ മന്ത്രി V ശിവൻകുട്ടി, ലുലു ഗ്രൂപ്പ് ചെയർമാൻ യൂസഫ് അലി അടക്കമുള്ള ആളുകൾ അദ്ദേഹത്തെ സന്ദർശിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ കൊച്ചുമകൻ ജർമ്മനിയിൽ നിന്ന് ഇന്ന് രാവിലെയോടുകൂടി നാട്ടിലെത്തും. അദ്ദേഹത്തിന്റെ ഭാര്യ വസുമതി അദ്ദേഹത്തെ ഇന്നലെ സന്ദർശിച്ചിരുന്നു. പക്ഷേ അടുത്ത ബന്ധുക്കളും അച്യുതാനന്ദന്റെ ആരോഗ്യനിലയിൽ മാറ്റമില്ലാതെ തന്നെ ആരോഗ്യനില തുടരുന്നു എന്നാണ് മകൻ ഇന്നലെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ അറിയിച്ചത്. ഇന്ന് രാവിലെ ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ ഇറങ്ങാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്.